നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ വാർത്തയാണ്. നമ്മുടെ ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും ഒക്കെ നമ്മുടെ ഈ ബിൽഡിങ്സിന്റെ സേഫ്റ്റിയും ബാക്കി സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് എത്രമാത്രമാണ് അതിന് ശ്രദ്ധ കൽപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ഇലക്ട്രിക്കൽ സേഫ്റ്റിയും അത്ര തന്നെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇലക്ട്രോണിക്സ് ആണ്. അതിലേക്ക് ഫീഡ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡേർഡ്സും കോഡ്സും എല്ലാം ഉണ്ട്. അത് പ്രോപ്പറായിട്ട് പാലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള അപകടവും ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിന്റെയും ഒക്കെ കാലഘട്ടമാണ്. അപ്പൊ അതിലേക്കൊക്കെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആവശ്യത്തിന് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ക്ലയന്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആർക്കിടെക്ടിനെ ഒക്കെ സമീപിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടന്റിനെ കൂടെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് ആണ് നിങ്ങളുടെ റിക്വയർമെന്റും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്തൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള തീരുമാനമെടുത്ത് അത് ഡിസൈൻ ചെയ്തിട്ട് ഒരു കോൺട്രാക്ടറിനെ കൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സാധാരണ ഒരു വർക്ക് ഒരു കോൺട്രാക്ടറിന് അവാർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി റേറ്റ് എടുത്തിട്ട് അത് അവാർഡ് ചെയ്യുവാണ്. അതേസമയം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയുടെ സേവനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.